ശരി, ഈ കേസിൽ വിചാരണയും ട്രയലും ഒക്കെ നടക്കുന്നതാണ്. അസോസിയേഷൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും ആളൂരാണ്. ആളൂരിനെ യഥാർത്ഥം പറഞ്ഞാൽ പൊതുജനം തെറിവിളിയാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ 2 ദിവസത്തിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അതിന് മുന്നേ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാണുകയും ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലൈവ് ചെയ്യുകയും അതെല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അങ്ങേർക്ക് കംപ്ലീറ്റ് അദ്ദേഹത്തിന് സപ്പോർട്ടാണ്. ജനങ്ങൾ സപ്പോർട്ട് കൊടുത്തു. കാര്യം ഇപ്പോഴെങ്കിലും ഒരു നല്ലൊരു കേസ് എടുക്കാൻ പറ്റിയല്ലോ എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ആ കമൻസ് നോക്കിയാൽ അറിയാം. അപ്പോൾ അതെന്തുകൊണ്ട് വന്നു? അദ്ദേഹം ശക്തമായിട്ട് ഇടപെടും. ഈ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ജയിലിൽ പോകേണ്ട വഴി ഞങ്ങളത് ചെയ്തിരിക്കും. ഈ അഡ്വക്കേറ്റ് ആളൂരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു വാർത്താ പ്രാധാന്യം വരും. ഒരു നല്ല വാർത്താ പ്രാധാന്യം നിങ്ങൾക്ക് കിട്ടും എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ കണക്കൂട്ടുന്നുണ്ടല്ലേ? അദ്ദേഹം എത്രയോ വർഷമായി നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറുമാണ്. പല കേസിലും നമ്മുടെ ഇടപെട്ടിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം ഇതേവരെ വന്നിട്ടില്ല, ഈ കേസിലും വന്നിട്ടില്ല. ഈ ഒരുപാട് പ്രയാസപ്പെടുന്ന പുരുഷന്മാർ, ഗാർഹിക പീഡന നിയമം വരെ ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ വിഷയങ്ങളാണ് അസോസിയേഷൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരുന്നതെങ്കിൽ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാം. അതിന് പകരം ഇങ്ങനെ ചില കുറ്റവാളികൾ കൃത്യമായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സമൂഹം പറയുന്ന അല്ലെങ്കിൽ കേസെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വരുമ്പോൾ എല്ലാ പുരുഷന്മാരും കുറ്റവാളികളാണ് എന്നൊരു വൃത്തികെട്ട ഒരു സന്ദേശം അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ഒത്തിരി കേസുകൾ ഇടപെടുന്നുണ്ട്. അതൊന്നും പുറത്തറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നു, അത് അവിടെ കൊണ്ട് തീരുന്നു. പിന്നെ ഈ പുരുഷന്മാർക്ക് തന്നെ ഇവർ ഒത്തിരി മാന്യന്മാരാണ്. ഇവർ ഞങ്ങളുടെ കേസിൽ സാർ അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടില്ല. അത് ഞങ്ങൾ എത്രയും ആരും അറിയാത്ത രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹാരമിട്ടു ഇതവിടെ എല്ലാവരും കൂടി അത് പബ്ലിസിറ്റി ആക്കിയതാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പബ്ലിസിറ്റി ആക്കാൻ വേണ്ടിയിരുന്ന ആൾക്കാരൊന്നുമല്ല. ഇതിനു മുൻപ് അസോസിയേഷൻ എടുത്തിരിക്കുന്ന ചില നിലപാടുണ്ട്. അതും ഇതിന് സമാനമായിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിൽ ദിലീപിന് വേണ്ടിയിട്ട്, വിജയ് ബാബുവിനെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ തവണയും ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് വേണ്ടി അസോസിയേഷൻ രംഗത്ത് വരിക. ഓൾ കേരള മെൻ ഓഫ് കൾപ്രിറ്റ്സ് എന്നതാണോ ശരിക്കും സംഘടനയുടെ പേര്? ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഈ വിജയ് ബാബുവിൻ്റെ കേസായാലും ദിലീപിൻ്റെ അവിടെ നിൽക്കട്ടെ, ഈ വിജയ് ബാബുവിൻ്റെ കേസോ അല്ലെങ്കിൽ ഇതൊക്കെ ബലാത്സംഗ കേസാണോ? ഞങ്ങൾ ഇടപെടരുത് എന്ന് പറയുമ്പോൾ ഇത് ബലാത്സംഗ കേസാണോ? ബലാത്സംഗ കേസുകൾ ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ അതിൽ ഞങ്ങൾ ഒരിക്കലും ഇടപെടില്ല. ഇതൊന്നും ബലാത്സംഗമല്ല, ഇതൊക്കെ ഹണി ട്രാപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം വിജയ് ബാബുവിൻ്റെ കേസ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ തമ്മിലുള്ള സൗഹൃദമല്ലേ. അത് ഏതെങ്കിലും രീതി അതിലൊരു പിള്ളേർ വരുമ്പോൾ അദ്ദേഹത്തിനും അമ്മയും മക്കളും ഭാര്യ എല്ലാം ഉണ്ടെന്നുള്ള ഒരു സാമാന്യ ബോധമില്ലാതെ അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തുക, അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചടയ്ക്കാൻ പോകുക, ഇതൊക്കെ തെറ്റല്ലേ? തിരിച്ചും ചോദിക്കേണ്ടത്.